ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കലാപം രൂക്ഷം. മരണം 4. ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവും പൊളിച്ചതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത്. അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജനങ്ങൾ സമാധാനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. अभी तत्काल अन्य कंपनियां पुलिस की और केंद्रीय बलों की भेजी जा रही है. सभी से शांति बनाने का हमने अपील की है. कर्फ्यू लगा दिया गया है और जो भी इसमें दंगाई होंगे, जो भी इस प्रकार का अतिक्रमणकारी होंगे, जिन्होंने आगजनी की है, उनके खिलाफ कठोर कार्रवाई की जाएगी. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ ഹൽദ്വാനിയിൽ ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു? വേണു, ഇന്നലെ വൈകിട്ട് മുതലാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. നൈനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനിയിലാണ് സംഭവം ഉണ്ടായത്. സർക്കാർ ഭൂമി കൈയേറിക്കൊണ്ട് ഒരു വിഭാഗത്തിന്റെ മതപഠനശാല പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള ആരാധനാലയം പൊളിച്ചു നീക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ജനക്കൂട്ടം അവിടെ രോക്ഷാകുലരാകുകയും പിന്നീട് പോലീസ് നേരെ വലിയ പ്രതിഷേധം ഉയരുകയും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ വളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇതിനെ തുടർന്ന് വലിയ സംഘർഷം രൂപപ്പെട്ടു. ഈ സംഘർഷമാണ് പിന്നീട് കലാപമായി മാറിയത്. 4 പേർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ മേഖലയിൽ വെടിവെപ്പ് ഉണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. വാഹനങ്ങൾക്ക് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി, കല്ലേറും ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായ സംഘർഷമാണ് ഇന്നലെ വൈകിട്ട് 5:30 മുതൽ തന്നെ ഹൽദ്വാനിയിൽ ഉണ്ടായത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് അറിയിക്കുന്നു. മേഖലയിൽ കൂടുതൽ ഉന്നത സംഘവും അതോടൊപ്പം ഉന്നത പോലീസ് സംഘവും കൂടാതെ ചീഫ് സെക്രട്ടറിയും ഇന്ന് സന്ദർശിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ അന്വേഷണം നടന്നു വരുന്നു എന്നാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് അല്പസമയം തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. കോടതിയുടെ ഭാഗത്തും സ്റ്റേ നടപടി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് പൊളിക്കൽ നടപടിയുമായി മുന്നോട്ട് പോയതെന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് നൽകുന്നത്. എന്തായാലും അനധികൃതമായുള്ള കയ്യേറ്റങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കും എന്നും ജില്ലാ മജിസ്ട്രേറ്റ് ആവർത്തിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ മേഖലയിലാകെ തന്നെ സംസ്ഥാന പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ കൂടി വിന്യസിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംഘർഷത്തിലും അതോടൊപ്പം തന്നെ ഏതാണ്ട് 250-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 100-ലധികം പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യം അവിടെ നിയന്ത്രണ വിധേയമെന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതേസമയം തന്നെ അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാനുള്ള ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡറും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ നടപടികൾ കലാപകാരികൾക്കെതിരെ സ്വീകരിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശദമായ അന്വേഷണം നടന്നു വരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുമെന്നൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കലാപത്തിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ച് വലിയ വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെയെല്ലാം തന്നെ ഉത്തരാഖണ്ഡ് വലിയ സമാധാനമായൊരു സംസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്ത് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു സംഘർഷം, രൂക്ഷമായ സംഘർഷം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി നിയന്ത്രണവിധേയമെന്ന് പോലീസ് പറയുന്നു. അതേസമയം തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിതിൻ, ഇപ്പോൾ സ്റ്റേ കിട്ടിയിട്ടില്ല കോടതിയിൽ നിന്ന് പറയുന്നു. പക്ഷേ തുടർന്നുള്ള നിയമ നടപടികൾക്കുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇടിച്ചുപൊളിക്കലിലേക്ക് കടന്നത് എന്തുകൊണ്ടാണ്? അതുമായി ബന്ധപ്പെട്ട് ജില്ലാ മജിസ്ട്രേറ്റൊക്കെ നൽകുന്ന വിശദീകരണം എന്താണ്? വേണു, അനധികൃത കയ്യേറ്റങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പൊളിച്ചു നീക്കൽ ഉണ്ടായതെന്ന ഒരു വിശദീകരണമാണ് ജില്ലാ മജിസ്ട്രേറ്റ് നൽകുന്നത്. സർക്കാർ ഭൂമിയിലാണ് ഒരു മതപഠനശാല പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ആരാധനാലയം ഉണ്ടാവുകയും ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ അത് പൊളിച്ചു നീക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും സ്റ്റേ നടപടി ഉണ്ടായില്ല എന്ന് ജില്ലാ മജിസ്ട്രേറ്റ് വിശദീകരിക്കുമ്പോഴും പ്രദേശത്തെ കൗൺസിൽ വിശദീകരിക്കുന്നത് ഇപ്പോഴും കേസ് ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതിന് മുമ്പാണ് ഇത്തരമൊരു പൊളിക്കൽ നടപടി ഉണ്ടായെന്നൊരു പ്രതികരണമാണ് കൗൺസിലർ നൽകിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ നിയമ നടപടിക്ക് ഒരുങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പൊളിക്കൽ നടപടി തുടരാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് തീരുമാനം. മേഖലയിലെ മറ്റ് അനധികൃത കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കുമെന്നൊരു പ്രതികരണം ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയിട്ടുണ്ട്. എന്തായാലും കോടതിയുടെ ഭാഗത്തുമായി ഉണ്ടായ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി എന്നൊരു വിശദീകരണം തന്നെ ആവർത്തിക്കുന്നുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ്. എന്നാൽ അത്തരമൊരു നടപടിയിലേക്ക് നയിച്ചത് തീർത്തും കോടതിയുടെ ഉത്തരവ് മാനിക്കാതെ എന്നൊരു പ്രതികരണമാണ് കൗൺസിൽ അടക്കം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മേഖലയിലാകെ തന്നെ സംഘർഷം ഉള്ളൊരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് എല്ലാം തന്നെ അവിടെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷാ നടപടികൾ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. വേണു, നിതിൻ, ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഡൽഹിയിലെ മെഹ്റോളി പള്ളി ഇടിച്ചു നിരത്തുകയുണ്ടായി ഡൽഹി വികസന അതോറിറ്റി. അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഡൽഹി ഹൈക്കോടതി അപ്പോൾ പറയുകയും ചെയ്തു, എന്തിന് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യത്തിൽ ഈ അതിവേഗ നടപടിയിലേക്ക് കടന്നുവെന്ന്.
ഇപ്പോൾ ഗ്യാൻവാബിയുടെ കാര്യത്തിലാണെങ്കിൽ വാരണാസിയിലെ ജില്ലാ കോടതി ഒരു ഉത്തരവിടുന്ന ഉടനെ തന്നെ 7 ദിവസത്തെ സാവകാശമുണ്ടെങ്കിലും അന്ന് രാത്രി തന്നെ അവിടെ ആരാധന നടത്തുന്നതിലേക്ക് മറ്റ് കക്ഷികൾ കടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ഭരണകൂടം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു തുടർച്ചയായി തന്നെയാണോ കാണേണ്ടത്? സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത്. കാരണം നേരത്തെ വേണു സൂചിപ്പിച്ചപ്പോൾ തന്നെ മെഹ്റൂളിലെ സംഭവം, അതോടൊപ്പം തന്നെ മധ്യപ്രദേശും സമാനമായി തന്നെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളും പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിക്ക് ഒരുങ്ങുമെന്ന് നേരത്തെ തന്നെ കൗൺസിൽ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്ക കോൺഗ്രസ് അടക്കം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ സമയത്ത് ആകെ തന്നെ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾക്കെല്ലാം തന്നെ കൊടിനാട്ട് സംഭവം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നൊരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു. അത്തരം അതിൻ്റെ എല്ലാം തന്നെ ഒരു തുടർച്ചയായി തന്നെ ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ തിടുക്കം കാട്ടി ഒരു നടപടി സ്വീകരിക്കുന്നു. ഇതെല്ലാം തന്നെ വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം എന്നൊരു പ്രതികരണം തന്നെ കോൺഗ്രസ് അടക്കം നടത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വരികയാണ്. മാത്രമല്ല ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഇത്തരം ഒരു സംഭവത്തിനും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമാധാനപരമായ ഒരു സംസ്ഥാനത്ത് വീണ്ടും ഇത്തരമൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് സർക്കാർ മാറുന്നു എന്നുള്ളൊരു വിമർശനമാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. നിലവിലിപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും 4 പേർ അവിടെ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ 250-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും പല മേഖലകളിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സംഘർഷം അതേ നിലയിലേക്ക് പിന്നീട് വളരും എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വേണു, നിതിൻ, ഉത്തരാഖണ്ഡ് സാധാരണഗതിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമുള്ള സംസ്ഥാനമാണെന്ന് ഇപ്പോൾ നിതിൻ പറയുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങളും അങ്ങനെ പ്രതികരിച്ചു എന്ന്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇത്ര വലിയ കലാപത്തിലേക്ക് ഈ പറയുന്ന ഹൽദ്വാനി എന്ന മേഖല പോകുന്നത് ഈ UCC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സാഹചര്യത്തിൽ കൂടിയാണോ? അതുകൊണ്ടൊരു വല്ലാത്ത അരക്ഷിതാവസ്ഥ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്നു എന്നതുകൂടി ഇതിന് കാരണമായിട്ടുണ്ടോ? വേണു, അങ്ങനെ അത്തരമൊരു വിലയിരുത്തലും ഒരു വിഭാഗം നടത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഏക സിവിൽ കോഡ് സഭയിൽ ബില്ല് പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ വലിയ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വലിയ ആശങ്കയും ഉയർത്തിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഏക സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നൊരു മുന്നറിയിപ്പ് നേരത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നൽകുകയും ചെയ്തിരുന്നു. ആ ഒരു നടപടിയെ മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴും ഈ UCCന്റെ ഭാഗമായി തന്നെ ഇത്തരമൊരു തുടർച്ചയായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കേന്ദ്രം നൽകുന്ന പ്രതികരണം. കാരണം ഇത് കോടതിയുടെ ഒരു ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പൊളിക്കൽ നടപടി എന്നൊരു വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ അനധികൃതമായുള്ള കയ്യേറ്റങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കാനുള്ള നടപടി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയത്തിൽ എന്തിന് തിടുക്കം പിടിച്ച് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചു എന്ന ചോദ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഇനിയുള്ള സർക്കാരിന്റെ നടപടി, അതോടൊപ്പം തന്നെ ഇതിന് ഏത് നിലയിൽ തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും എന്നതും ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ചും UCC അടക്കം എല്ലാം തന്നെ ബില്ല് പാസ്സാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനിയുള്ള നടപടിയെന്നും കൂടാതെ ഏത് തരത്തിൽ ഈ ഒരു കലാപത്തെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നടപടികൾ ഒരു പക്ഷേ എല്ലാ വിഭാഗം ആളുകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടൊരു തുടർ നടപടിയിലേക്ക് പോകാനുള്ളൊരു തീരുമാനം കൈക്കൊള്ളുമോ, അതല്ല ഏത് നിലയിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയാണ് ചീഫ് സെക്രട്ടറി അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് സംഘവും സ്ഥലം സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുക. വേണു, ശരി. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.